നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ മറ്റു കാര്യങ്ങളും ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് ലവ് അട്രാക്ഷൻ ടെക്നിക്കാണ്. ലവ് അട്രാക്ഷൻ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ വായന മുഴുവനുമായി തുടക്കം മുതൽ അവസാനം വരെയും മുഴുവനുമായി നിങ്ങൾ കാണാനായി ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇതിൽ കുറച്ച് വാചകങ്ങൾ എഴുതിയിടും. അതൊരു ലവ് അഫർമേഷൻ ആണ്. അത് 7 പ്രാവശ്യം നിങ്ങൾ മന്ത്രിക്കുക. 7 പ്രാവശ്യം നിങ്ങൾ മനസ്സുകൊണ്ടോ മന്ത്രിക്കുക, അല്ലെങ്കിൽ നാവ് കൊണ്ട് മന്ത്രിച്ചാലും മതി. അതിനുശേഷം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം ഈ വായന മുഴുനീളമായി കാണാൻ. ഇവിടെ 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങളുടെ വ്യക്തി പല സത്യങ്ങളും നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാൻ പോകുന്നു. പല സത്യങ്ങളും നിങ്ങളുടെ അടുത്ത് തുറന്ന് സംസാരിക്കാൻ പോകുന്നു. നിങ്ങൾ നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ വിഷമിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന പല സത്യങ്ങളും ഈ വ്യക്തിയിൽ നിന്നും, ഈ വ്യക്തിയുടെ നാവിൽ നിന്നും നിങ്ങൾ കേൾക്കാൻ പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ലവ് അട്രാക്ഷൻ ടെക്നിക് വീഡിയോയാണ്. ഈ വായന മുഴുവനുമായി കേൾക്കുക. അതോടൊപ്പം തന്നെ ഞാനിവിടെ എഴുതി കാണിക്കുന്ന ഈ ഒരു സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വാചകങ്ങൾ, ഇതൊരു ലവ് അഫർമേഷൻ ആണ്. ഇത് നിങ്ങൾ ഒന്നില്ലെങ്കിൽ മനസ്സിൽ മന്ത്രിക്കുക, അല്ലെങ്കിൽ നാവ് കൊണ്ട് മന്ത്രിക്കുക. 7 പ്രാവശ്യം മന്ത്രിച്ചതിന് ശേഷം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖമോ അല്ലെങ്കിൽ അവരുടെ ശബ്ദമോ മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ വായന കേൾക്കുക. നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. പ്രപഞ്ച ശക്തിയുടെ സന്ദേശം അതിശക്തമായിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു വായനയിൽ ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഈ വ്യക്തി നിങ്ങളിൽ നിന്നും വളരെയധികം അകന്ന് നിൽക്കുകയാണ്. വളരെയധികം അകന്ന് നിൽക്കുക എന്ന് പറയുന്നത് മനസ്സുകൊണ്ടല്ല, ശരീരം കൊണ്ട് വളരെയധികം ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്ന അവസ്ഥയാണ് കാണിക്കുന്നത്. ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാകാം, ഈ വ്യക്തി സന്തോഷത്തിലാണ്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഈ വ്യക്തി പൂർണ്ണമായും ആരോഗ്യവാനാണ്, സന്തോഷവാനാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല. ഈ വ്യക്തി നിങ്ങളിൽ നിന്നും എത്രത്തോളം അകന്നാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ 100 ഇരട്ടി അല്ലെങ്കിൽ 1000 ഇരട്ടി വിഷമത്തിലാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പെടലിന്റെ വേദനയും ഒറ്റപ്പെട്ടുള്ള ജീവിതവും ഈ വ്യക്തിക്ക് മടുപ്പാകുന്നു. കാരണം നിങ്ങൾക്ക് ഒരു കാലഘട്ടത്ത് ഒരുപാട് പ്രതീക്ഷകളും സന്തോഷവും തന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പരിപൂർണമായി അപ്രതീക്ഷിതരായ ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുമായി സ്നേഹത്തിലായിരുന്ന സമയത്ത് ഈ വ്യക്തി പലതരത്തിലുള്ള വാഗ്ദാനങ്ങളും നിങ്ങൾക്ക് തന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴൊക്കെയോ ഇവിടെ ഒരു മൂന്നാമത് ഒരു വ്യക്തിയുടെ സാന്നിധ്യം വന്നതായിട്ടും അതിലൂടെ നിങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള വിള്ളലുകൾ സംഭവിച്ചതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പരിപൂർണമായി നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്, തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു സ്ത്രീ ആയിട്ടാണ്, ഒരു ലേഡി ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള, വളരെയധികം തീക്ഷണതയുള്ള, നെഗറ്റീവ് എനർജിയുള്ള ഒരു തേർഡ് പാർട്ടിയെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കുറെ നാൾ അവരുടെ തറങ്കലിലായിരുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ അവരിൽ നിന്നും കുതിച്ചുയരാൻ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു തടവറയിൽ നിന്നും മോചിതനാകാൻ അല്ലെങ്കിൽ മോചിതയാകാൻ ഈ വ്യക്തി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു സന്തോഷകരമായ കാര്യം കൂടിയാണ്. തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഈ വ്യക്തി ചില സമയങ്ങളിലൊക്കെ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടത്തിനോ അതിനു വേണ്ടിയിട്ടുള്ള ഉന്നതിക്കോ പലതരത്തിലുള്ള സൗഹൃദങ്ങൾ കൂട്ടുപിടിച്ചിട്ടുണ്ടാകണം, അല്ലെങ്കിൽ അവരുമായി ചങ്ങാത്തം കൂടുകയോ
കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യത്തോടുകൂടി ഇടപെടുകയോ അവരുമായിട്ട് സ്നേഹത്തിലാവുകയോ ചെയ്തിട്ടുണ്ടായിരിക്കണം. പക്ഷെ അത് ഒരിക്കലും നിങ്ങളെ മറന്നുകൊണ്ടായിരുന്നില്ല. അത് ഇവരുടെ കരിയർ പരമായിട്ടോ തൊഴിൽ പരമായിട്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ വേണ്ടിയാണ് ആ വ്യക്തി അങ്ങനെ ചെയ്തു പോയത്. പക്ഷേ അത് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിട്ടും നിങ്ങളെ ഈ വ്യക്തിയിൽ നിന്നും വളരെയധികം ദൂരേക്ക് മാറ്റി നിർത്താൻ വേണ്ടി ഈ തേർഡ് പാർട്ടി പലതരത്തിലുള്ള മോശപ്പെട്ട കളികൾ കളിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതൊരിക്കലും നിങ്ങൾക്ക് ഇപ്പോഴും അനുവദിക്കാനോ വിശ്വസിക്കാനോ പറ്റാത്ത ഒരു അവസ്ഥയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടോ എപ്പോഴൊക്കെയോ ഈ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധം ഒരിക്കലും ഉയർത്തെഴുന്നേക്കാൻ പറ്റാത്ത രീതിയിലേക്ക് താഴ്ന്നു പോയി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചതിക്കുഴിയിലേക്ക് വീണുപോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രതീക്ഷയുടെ ആ ഒരു തീനാളം അണഞ്ഞു പോയതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും കാലം തേർഡ് പാർട്ടിയുടെ എനർജിയാണ് വളരെ ഉയർന്ന തലത്തിൽ നിന്നിരുന്നത്. ആ തേർഡ് പാർട്ടി ഈ ഒരു അവസരവും ഈ ഒരു കാലചക്രം അനുകൂലമായതുകൊണ്ടും പലതരത്തിലുള്ള പ്രവർത്തികളും മിനഞ്ഞെടുത്തു, പലതും പ്രവർത്തിച്ചു കാണിച്ചു. അതെല്ലാം നിങ്ങളുടെ പ്രണയബന്ധത്തെ വളരെയധികം നെഗറ്റീവായ രീതിയിൽ ബാധിച്ചു എന്നുള്ളതും മറ്റൊരു സത്യമാണ്. ചില സമയങ്ങളിലൊക്കെ ഈ വ്യക്തിക്ക് നിങ്ങളുടെ പേര് കേൾക്കുന്നത് പോലും ദേഷ്യമായിരുന്നു. കാരണം കുറച്ചാൾക്കാരുടെ എങ്കിലും ബ്ലാക്ക് മാജിക് സംബന്ധമായിട്ടുള്ള പ്രാർത്ഥനകള്, മന്ത്രങ്ങള്, തന്ത്രങ്ങള് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പോലും അതിശയിച്ചിട്ടുണ്ടാകാം ഈ വ്യക്തിയുടെ പിന്നിലെ മാറ്റങ്ങൾ നോക്കിയിട്ട്. ഈ വ്യക്തിക്ക് ഇതെന്ത് സംഭവിച്ചു? എന്നെ ഇത്രയും സ്നേഹമായിരുന്ന വ്യക്തിയായിരുന്നല്ലോ, എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് ഞാൻ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു? അല്ലെങ്കിൽ കല്യാണം ആലോചിച്ച് വെച്ച 2 കമിതാക്കളായിരുന്നു ഞങ്ങൾ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന 2 ദമ്പതികളായിരുന്നു ഞങ്ങൾ. ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഈ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള നിങ്ങളുടെ ചോദ്യം, അതിൽ നിന്നും വഴുതി മാറിപ്പോവുകയായിരുന്നു ഈ വ്യക്തി ചെയ്തുകൊണ്ടിരുന്നത്. ഈ വ്യക്തി ജോലി സ്ഥലത്ത് എന്നുള്ള മുഖേനയിൽ നിങ്ങളിൽ നിന്നും നല്ല രീതിയിൽ അമിതമായി അകന്നു നിൽക്കുന്നുണ്ടാകാം, സ്വരച്ചേർച്ചകൾ കാണിക്കുന്നുണ്ടാകാം, ഇഷ്ടക്കുറവുകൾ കാണിക്കുന്നുണ്ടാകാം. നിങ്ങൾ പാചകം ചെയ്തു കൊടുക്കുന്ന ഭക്ഷണം പോലും ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ടാകാം. നിങ്ങളുമായിട്ട് ഒരിറ്റ് സമയം പോലും ചിലവഴിക്കാനോ മനസ്സ് തുറന്ന് സംസാരിക്കാനോ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ നിങ്ങളെ തേടി വരുന്നുണ്ട് എന്നുള്ള ശുഭവാർത്തയാണ് നമുക്ക് ഈ ഒരു സന്ദേശത്തിൽ നിന്നും ലഭിക്കുന്നത്. കാരണം തേർഡ് പാർട്ടിയുടെ മോശപ്പെട്ട പ്രവർത്തികൾ ഓരോന്നോരോന്നായി ഈ വ്യക്തിക്ക് തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇപ്പോഴും വേറെ വിവാഹം കഴിക്കാതെയോ വേറെ വ്യക്തിയുടെ കൂടെ പോകാതെയോ നിങ്ങൾ ഈ വ്യക്തിയെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു സന്യാസ യോഗം പോലെ മുന്നോട്ട് നയിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം. നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ പോലും ബന്ധം വേർപെടാതെ, ഒഴിഞ്ഞു പോകാതെ, അല്ലെങ്കിൽ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾ വേറെ വ്യക്തിയെ തിരഞ്ഞെടുക്കാതെ, വേറെ വിവാഹത്തിലേക്ക് പോകാതെ ഈ വ്യക്തിയെ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ച് ആകർഷിപ്പിച്ച്, ഇനി ഒന്നുമല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് വിളിക്കുന്ന ദൈവത്തോട് നല്ല രീതിയിൽ കരഞ്ഞ് അപേക്ഷിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം. ആ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു ശുഭവാർത്ത എന്നതുപോലെ, അതായത് ഇപ്പോൾ വിദേശത്താണെങ്കിൽ ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്, നമുക്കൊന്ന് കാണണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സന്ദേശം ലഭിക്കാനുള്ള സാധ്യതകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ നേരിട്ട് കാണണമെന്നും ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം എന്നുള്ള രീതികളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്, ഈ വ്യക്തി എന്തോ ഒരു സത്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്താൻ പോകുന്നു. അതായത് നിങ്ങൾ കണ്ടതും കേട്ടതുമല്ല സത്യം, അതിൻ്റെ പിന്നിലും വേറെന്തൊക്കെയോ കാരണങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ അകറ്റിയതിനും
നിങ്ങളെ അടിച്ചമർത്തിയതിനും വേദനിപ്പിച്ചതിനുമൊക്കെ അതിൻ്റെ പിന്നിൽ പല സത്യങ്ങളുമുണ്ട്, അല്ലെങ്കിൽ ഇന്നതായിരുന്നു ഇതിൻ്റെ കാരണം എന്നുള്ള രീതിയിൽ ഈ വ്യക്തി പല കാര്യങ്ങൾക്കും ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വിശദീകരണം എന്നുള്ള രീതിയിൽ പല വെളിപ്പെടുത്തലുകളുമായിട്ട് വരുന്നു എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുക. ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് വഴുതി മാറരുത്, ദൂരേക്ക് പോകരുത്. ഈ വ്യക്തിക്കും പറയാനുള്ളതും കൂടെ നിങ്ങൾ മനസ്സുകൊണ്ട് കേൾക്കാനായി ശ്രമിക്കുക. അതിനുശേഷം തീരുമാനങ്ങൾ എടുക്കുക. പുതിയൊരു തുടക്കം ഈ വ്യക്തിയുമായി ഉറപ്പാണ്. കാരണം ഇവിടെ ആകർഷണത്വം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രാധാന്യം ഈ വ്യക്തിയുടെ മനസ്സിലൂടെ ഒരു സിനിമ കാണുന്നത് പോലെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ ആ ഒരു അഫർമേഷൻ, ആദ്യം ഞാൻ സ്ക്രീനിൽ കാണിച്ച ആ ഒരു ലവ് അഫർമേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വേണമെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടെ അത് മന്ത്രിച്ചു കൊണ്ടിരുന്നോളൂ. അതുപോലെ ഈ വായന കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ 2-3 പ്രാവശ്യം കാണാനായി ശ്രമിക്കുക. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.